നമസ്കാരം. ചില ആളുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ടാകും കേട്ടോ, ഒരു കാര്യമുണ്ടാകും, ഒരു കാരണമുണ്ടാകും. ചിലർ നമ്മളെ അവർ ജീവിതം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അതെങ്ങനെയാണെന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്നത് നമ്മളെ എങ്ങനെ ഉപയോഗിക്കാം, മിസ്യൂസ് ചെയ്യാം എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. ചില ആളുകൾ നമ്മുടെ അടുത്ത ജീവിതത്തിലേക്ക് കയറി വരും എങ്ങനെയാണെന്നറിയാം, നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും നല്ലത് മാത്രം തരാനും സന്തോഷിപ്പിക്കാനും സ്നേഹിക്കാനും വേണ്ടിയിട്ടായിരിക്കും. ബന്ധങ്ങൾക്ക് വേണ്ടത് മനോഹരമായ മുഖമോ അല്ലെങ്കിൽ സുന്ദരമായ വാക്കുകളോ ഒന്നുമല്ല, പരിഗണിക്കാനുള്ള മനസ്സും തകർക്കാനാവാത്ത വിശ്വാസവുമാണ് ബന്ധങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു. പരസ്പര ബന്ധിതമാണ് ഓരോ ജീവിതവും. ആരുമില്ലാത്തപ്പോഴും അർഹതയില്ലാത്തപ്പോഴും അത്താണിയാകുന്ന ചിലരൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അവർക്കുള്ള സമർപ്പണം കൂടിയാവണം നാം പിന്നീടുള്ള നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത്. ആശ്രയമാകുന്നവർക്ക് നമുക്ക് എപ്പോഴും കൂടെ നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ തണലേകുന്നവന്റെ തണ്ട് മുറിക്കാൻ ഒരിക്കലും നിങ്ങൾ നിൽക്കരുത് കേട്ടോ. ചേർത്ത് നിർത്തിയവരുടെ വേരറുക്കുന്നതിന് കൂടെ നിർത്താൻ മറ്റുള്ളവർക്കൊന്നും താല്പര്യമുണ്ടാവില്ല. അതുകൊണ്ട് മറ്റൊന്ന് അവസാനിക്കുന്നതിനടുത്ത് അവനവൻ തുടങ്ങുന്നു എന്നുള്ള ചിന്ത വികലമാണ്. ഒന്ന് മറ്റൊന്നിന്റെ തുടർച്ചയാണ്. ഒന്നില്ലാതായാൽ മറ്റൊന്നിലേക്ക് മറ്റൊന്നില്ല നമ്മൾ ആ നഷ്ടം നികത്താൻ നമുക്ക് സാധിക്കല്ലേ കേട്ടോ. ഒരാൾക്കുമായും ഒരിടത്തും ഒരു നിലനിൽപ്പില്ല എന്നുള്ളതാണ്. ജീവിതം അങ്ങനെയൊക്കെയാണ്. കർക്കശക്കാരാണ് ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് ജീവിതം അത് അധ്യാപകരൊക്കെ പാഠം പഠിപ്പിച്ചതിന് ശേഷം പരീക്ഷ ഇടുന്നതാണ്. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് പരീക്ഷണങ്ങളുടെയാണ് നമ്മളെ പാഠം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും സെലക്റ്റീവ് ആവുക. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടും സമൂഹമായിട്ട് കൊണ്ടും കൊടുത്തും ജീവിക്കാൻ നമുക്ക് സഹായിക്കാനും പരസ്പരം സഹായിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. സ്നേഹം മാത്രം. കൊണ്ടും കൊടുത്തും ജീവിതത്തിൽ പരസ്പരം പൂരകമായി കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. സ്നേഹം മാത്രം. നമസ്കാരം. താങ്ക് യു.